ശരണ്യൊക്കെ അവിടെ പോവാം. നമുക്ക് മനുവിനെ കുറച്ച് ആവശ്യമുണ്ട്. ഒരു കാര്യം കണ്ടു നോക്കാം. നീ ഓക്കെ ആണ്. നീ ഇതൊന്ന് ഡബിൾ ഓക്കെ ആവാൻ വേണ്ടി ഒരു സാധനം അങ്ങോട്ട് നോക്കിക്കോ. വിശാലമായ ഈ പ്രപഞ്ചം എന്നും ഒരത്ഭുതമാണ്. പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്ന ഒരു ശക്തിയാണ് സ്നേഹം. ഓരോ മനുഷ്യനും സ്നേഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴും മനസ്സിൽ വരുന്ന ചിത്രം അമ്മയുടേതാണ്. ഓരോ കുഞ്ഞിനും വേണ്ടി ഓരോ അമ്മയും വിശപ്പ് മറയ്ക്കുന്നു, ഉറക്കം മറക്കുന്നു. ജീവിതത്തിൻ്റെ ഏത് കാലഘട്ടത്തിലായാലും അവഗണിക്കാനാവില്ല അമ്മയുടെ സ്നേഹവും ത്യാഗവും. ഇതാ അങ്ങനെ ഒരമ്മ. എൻ്റെ പേര് രാധികയാണ്. മനോജിൻ്റെ അമ്മയാണ്. കുഞ്ഞുകാലം മുതലേ ഭയങ്കര ഡാൻസിന് ഭയങ്കര ഇഷ്ടമാണ്. 10 വരെ പഠിച്ചിട്ടും അവന് ശരിയായില്ല. എനിക്ക് ഡാൻസാണ് ഇഷ്ടമാണ്. ഡാൻസ് മുഖാന്തരം നല്ല രീതിയിൽ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. இதயம் தரையில் விழுந்து சிதறி போகட்டும் போயன் எழும் பிரிந்து என்னை தனிமையாக்கட்டும். കുഞ്ഞിലെ മുതലേ ഡാൻസ് സപ്പോർട്ട് ചെയ്യണതും ഡാൻസ് പഠിക്കാൻ കൊണ്ടുവിടണം എല്ലാം എൻ്റെ അമ്മയാണ്. അമ്മ പറയുന്നത് നല്ല ഒരു പൈസ കൊടുത്ത് നല്ല പഠിപ്പിച്ചിട്ട് വലിയൊരു ഡാൻസ് മാസ്റ്റർ ആവണം, ഡാൻസർ ആവണം എന്ന് പറയും. മാസ്റ്ററിൻ്റെ അടുത്ത് പോയി പഠിച്ചിട്ടൊന്നല്ല അവൻ കളിക്കുന്നത്. ടി വിയിലെ കണ്ടും കേട്ടും പഠിച്ചും അവൻ ഇത്ര ദൂരം ഡാൻസിന് വന്നിട്ടുണ്ട്. മനോജിനൊരു 6 മാസം ഉള്ളപ്പോഴാണ് എൻ്റെ അമ്മ ജോലിക്ക് തുടങ്ങിയത്. നമ്മുടെ ഫാമിലി കൂടെ രാധിക വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മനോജ്ക്ക് വേണ്ടി എല്ലാ കഷ്ടം സഹിച്ചിട്ട് രാധിക മനോജ്ക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി എല്ലാ സമയം റെഡിയാണ്. അവർക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരുവിലെ കാര്യം. ഞങ്ങൾ 3 നേരം ആഹാരം തിന്നണത് ആ വീട്ടിൽ നിന്നാണ്. എൻ്റെ 2 കുട്ടികളും പഠിപ്പിച്ചതും ആ വീട്ടിലുള്ളവരാണ്. ഞങ്ങൾക്ക് അത്ര ഗതികേടാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇത്ര കഷ്ടപ്പെടാൻ തയ്യാറാണ്. കാര്യം ഒരു വീടല്ല 2 വീടല്ല 3 വീട്ടിലെങ്കിലും ജോലി ചെയ്ത് എൻ്റെ മനോജിനെ നല്ല രീതിയിൽ ആക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പ്രോഗ്രാമൊക്കെ ടി വി കാണുന്ന സമയത്ത് ഞങ്ങൾ ടീച്ചേഴ്സ് തന്നെ പറയും ആ അമ്മയ്ക്ക് എന്തുമാത്രം സന്തോഷമുണ്ട്, എന്തായാലും അവർ തിരഞ്ഞെടുത്ത ആ വഴി എന്ന് പറയുന്നത് വളരെ നന്നായിരുന്നു എന്ന്. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ടി വിയിൽ അവനെ കാണുമ്പോൾ ഇപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. അതിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ കാരണം എൻ്റെ അമ്മയാണ്. ഈ പ്രോഗ്രാമിൽ അവൻ വിജയിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അമ്മയായിരിക്കും. ആ അമ്മയുടെ വിജയം എന്ന് പറയുന്നത് ഒരമ്മയുടെ മാത്രമല്ല, എല്ലാ അമ്മമാരുടെയും വിജയം എന്ന് പറയാം. അവൻ DKDയിൽ ജയിച്ച് അവൻ കപ്പ് വാങ്ങിച്ച് എൻ്റെ കയ്യിൽ തരണമെന്നാണ് എൻ്റെ ഭയങ്കര ഇഷ്ടം. ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മോൻ്റെ. മനുവിന്റെ അമ്മ ഇങ്ങോട്ട് വാ. കുടുങ്ങിയോടാ. ചില സമയത്ത് അങ്ങനെയാണ്. ചിലപ്പോൾ നമ്മൾ എത്ര സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും നമ്മൾ ഒരിക്കലും കരയേണ്ടെന്ന് വിചാരിക്കുന്നതൊക്കെ ആണെങ്കിലും ചിലപ്പോൾ ആരായാലും ഒന്ന് ബ്രേക്ക് ചെയ്യും. നമുക്ക് അമ്മയ്ക്ക് ഇനിയും കുറേ പറയാനുണ്ട്. നമുക്കറിയാം മകൻ്റെ ഈ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് വർഷങ്ങളായി കഷ്ടപ്പെടുകയാണ് അല്ലേ അമ്മ? അമ്മ പറയൂ. ഇവന് കുഞ്ഞിനാളിൽ ഡാൻസ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇഷ്ടമെന്ന് വെച്ചാലും പഠിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം പഠിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് വെച്ചാൽ നമുക്ക് നിവൃത്തി ഇല്ലായിരുന്നു. ഇല്ലാത്ത സമയത്താണ് 8 മാസം കഴിഞ്ഞിട്ട് ആ സാറിൻ്റെ വീട്ടിൽ ജോലിക്ക് പോയപ്പോഴാണ് ആ വീട്ടിലുള്ള അവർ തന്നതാണ് ഞങ്ങൾ 4 പേർ ആഹാരം കഴിച്ച് കിടക്കണത്. എന്നാലും 3 സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ സ്കൂളിൽ വിട്ടപ്പോഴത്തേക്ക് ഇവൻ പഠിക്കത്തില്ല. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ബെഞ്ചിൻ്റെ അടിയിൽ ഡാൻസ് ഇതൊക്കെ ഭയങ്കര ഇതായിട്ടിരുന്നു. ജീവിതത്തിൽ എൻ്റെ ഈ ഡാൻസ് പഠിപ്പിക്കാൻ ഇവൻ എപ്പോഴും പറയുമായിരുന്നു അമ്മ എനിക്ക് ഡാൻസ് പഠിക്കണമെന്ന്. പക്ഷേ ഞങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് ഇവൻ സ്വയമേ ഇങ്ങനെ ടി വിയിലെ കണ്ടും കേട്ടും പഠിച്ചിട്ടാണ് ഇവൻ ഇത്രയും ലെവലിൽ വന്നതെനിക്ക് വലിയൊരു സന്തോഷമുണ്ട്. എന്താ
എന്താ പറയണേ, എൻ്റെ മോനെ കുറിച്ച് പറയാൻ എനിക്ക് ഇത്തിരി സങ്കടമുണ്ട്. കാര്യം എൻ്റെ മോൻ ഇത്തിരി അമ്മ പറയട്ടെ. സങ്കടമുണ്ട്. എൻ്റെ മോനെ അവൻ ഡാൻസ് ചെയ്ത് അവൻ്റെ ശരീരം കംപ്ലീറ്റ് ഈ ഡാൻസിന് വേണ്ടി അവിടെ വിടുന്നു ഇവിടെ വിടുന്നു. ഇടയ്ക്കൊക്കെ കൈയിൻ്റെ ഷോൾഡറൊക്കെ ഇറങ്ങി 20-25 വർഷം കൊണ്ട് കിട്ടാത്ത സന്തോഷം TKD ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. വലിയ നന്ദിയുണ്ട്. അതേപോലെ നമ്മൾ ഏറ്റവും ആദ്യം മനുവിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ നമ്മൾ കണ്ട വീഡിയോയിലുണ്ടായിരുന്നു, അമ്മ തന്നെ പറയുണ്ടായിരുന്നു, അത് മനുവിന്റെ ഫാമിലി മെമ്പേഴ്സിൽ അമ്മയുടെ റിലേറ്റീവ്സ് ഒക്കെ ഒരുപാട് പേര് എതിർത്തിരുന്നു ഈ ഡാൻസ് അല്ലേ? അപ്പം എങ്ങനെ വെച്ചാൽ ഇവൻ നേരത്തെ മുടിയൊക്കെ വളർത്തുമായിരുന്നു. ഇവിടുന്ന് ബൈക്കിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഡാൻസറാണെന്ന് ഇത്തിരി പേര് കളിയാക്കിയിട്ടുണ്ട്. ആ കളിയാക്കിയവർ തന്നെ ഇപ്പോൾ മനോജിനെ DKD മനു എന്നാണ് ഫോൺ വിളിക്കുമ്പോൾ ഫോൺ വിളിക്കും, DKD മനു ഉണ്ടോ എന്നാണ് ആൾക്കാർക്ക് ഫോൺ വിളിക്കാൻ തുടങ്ങിയത്. അപ്പൊ കുടുംബാംഗങ്ങളൊക്കെ കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്യാറുണ്ട്. അവനും മാറി. എടാ നീ മനുവിനെ കൂടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇങ്ങനെ മനു നിൽക്കുന്ന കണ്ടിട്ടില്ല. എനിക്ക് അവനിങ്ങനെ നിൽക്കുന്നുണ്ട്, എനിക്കെന്തോ പോലെ തോന്നുന്നു. നിനക്ക് കുറച്ച് പേര് വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് വേണ്ടി അമ്മ അറിയാതെ വിളിച്ചു വരുത്തിയതാണ്. അമ്മയ്ക്കൊരു സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾക്ക് ചെയ്തു തരാൻ സാധിക്കുന്ന ഇതാണ്. ഓരോരുത്തരായി ഒന്ന് അമ്മ പരിചയപ്പെടുത്തി തരൂ പ്ലീസ്. എത്ര നാളെ ഇവരെല്ലാം എൻ്റെ അനിയത്തിയുടെ കുട്ടികള്, എൻ്റെ ചേച്ചിയുടെ മോന്റെ ഭാര്യ ഉണ്ട്. ഇത് എൻ്റെ ചേച്ചിയുടെ മോനാണ്. ഇത് ചേച്ചിയുടെ മോന്റെ ചെറുമോനാണ്. ഇത് എൻ്റെ അനിയത്തിന്റെ ഭർത്താവാണ്. ഇവരൊക്കെ കണ്ടത് എത്ര നാളായിട്ടുണ്ടാവും? ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവര് വരുമെന്ന്. 10-15 വർഷം കൂടുതലായി. 15 വർഷമായി കണ്ടിട്ട്. ഇതെന്താണ് ഇത്രയും കാലതാമസം ഉണ്ടായത് കാണാനായിട്ട്? 15 വർഷത്തെ ഒരു ഗ്യാപ്പ് എങ്ങനെയാ പെട്ടെന്ന് വന്നത്? നമ്മൾ എപ്പോഴും ഇവിടെ വരൂല്ല. നമ്മൾ കഷ്ടപ്പെടുന്ന ഫാമിലിയാണ്. വയൽ വിളക്ക് ജോലിക്ക് തന്നെ പോകും. ചേച്ചി ഇവിടെ വന്ന് കുറേ വർഷമായി. ഇടയ്ക്ക് ഒരു ദിവസം കാല് വൈകാതപ്പോൾ വന്ന് നോക്കിയിട്ട് പോയതാണ്. എനിക്ക് വേറെ ഇഷ്ടമല്ല. അത് മനോജ് സ്കൂളിൽ പോവില്ല, എപ്പോഴും ഡാൻസ് റോട്ടിലെയും അവിടെ ഇവിടെയും കളിക്കും. ഞാൻ തന്നെ പറയും എപ്പോഴും, ചേച്ചിയെ വളക്ക് പറയും, നീ വീട്ടു ജോലിക്ക് പോരാള്, എങ്ങനെ മക്കൾ എങ്ങനെ വളർത്തണം, പഠിക്ക വെച്ച ഒരു ജോലി കിട്ടിയാൽ നിനക്ക് ഇത്ര എളുപ്പമുണ്ടല്ലേ, മോളെ കട്ടിക്ക് വേണ്ടെങ്കിൽ ചേച്ചിക്ക് എനിക്ക് വളക്കാവും. அதனால ചേച്ചിക്ക് എനിക്ക് എപ്പോഴും വിളക്ക് തന്നെ. ഈ മനോജിനാണ് തന്നെ അടി വരണം. പഠിക്ക വെക്കാതെ ഇങ്ങനെ ഡാൻസ് കളിക്കുമ്പോൾ ആൾക്കാരൊക്കെ ഒരു മാറി, ഇവർ താമസിക്കുന്നതിലും തമിഴ്നാട്ടിലും ഒരു മാറി പറയും മനോജ്. ஆனால் എൻ്റെ പിള്ളേ ഇപ്പോൾ ടിവിയിൽ കണ്ടതും എൻ്റെ അവനോട് കുഞ്ഞമ്മന്ന് പറഞ്ഞതും എനിക്ക് അതിലൂടെ സന്തോഷം. അങ്ങനെ കഷ്ടപ്പെട്ട് കുറേ അടിയൊക്കെ കൊടുത്തിന മനോജിക്ക്. ഞാൻ കുറേ അടി കൊടുക്കും. ഡാൻസ് സ്കൂളിൽ പോകില്ല. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഇപ്പൊ ഈ രീതിയിൽ നിൽക്കുന്നത് എനിക്ക് വളരെ സന്തോഷമായി. ഒരുപാട് അഭിമാനമുണ്ട് അല്ലേ? ചേട്ടാ ഇങ്ങോട്ട് വരൂ. ചേട്ടൻ ഒന്ന് പറയൂ. ചേട്ടനും കുറെ പറയാനുണ്ടെന്ന് പറയൂ. ചേട്ടൻ മനോജ് വന്നിട്ട് ഇത്രയും വലിയ സ്റ്റേജിൽ നിൽക്കുന്നത് മനസ്സിക്ക് ഭയങ്കര സന്തോഷം. ഇനിയും അടുത്തടുത്ത് മേളിലോട്ട് വരാൻ ദൈവത്തെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടാ, അപ്പൊ മനുവിന്റെ യാത്ര ഇനി മുതൽ അങ്ങോട്ട് ഇപ്പൊ ഈ 15 വർഷത്തെ ഗ്യാപ്പ് അത് മനു കാരണമാണെന്നൊക്കെ ചേച്ചി പറയുന്നു. ആ ഒരു അടിയും ബഹളവും അമ്മേനെ എതിർത്തിട്ടൊക്കെ ഒരുപാട് അകൽച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് കൂടിച്ചേർന്നുള്ള ഒരു സമയം തന്നെ ആയിരിക്കുമോ? എപ്പോഴും വന്നിട്ട് നമ്മൾ മനോജിക്ക് വേണ്ടി നമ്മൾ മനോജിന്റെ കൂടെ സഹായിച്ച് നമ്മൾ മനോജിന്റെ കൂടെ എപ്പോഴും നിൽക്കും. ഇനി കട്ടയ്ക്ക് സപ്പോർട്ടാണ്. എല്ലാവരും കൂടെ സപ്പോർട്ടാണ്. ഇവരെല്ലാരും പെട്ടെന്ന് കണ്ടപ്പോ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? പറയാൻ പറ്റുന്നില്ല. ചോക്കിട്ടേതായി. എനിക്കറിയാം അമ്മ എന്താ ആലോചിക്കുന്നത്. അമ്മ ഇവിടെ നിന്നുകൊണ്ട് അമ്മയുടെ മനസ്സ് ആ 15 വർഷത്തേക്ക് മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുക. 15 വർഷം ഉണ്ടായിരുന്ന അകൽച്ച അല്ലെ, അത് ചെറിയ കാര്യം തന്നെ അല്ല. അതും കഷ്ടപ്പെട്ട് മനുവിനെ ഇങ്ങോട്ടേക്ക് തനിച്ചാണ് അമ്മ. ചില സമയം എനിക്ക് എൻ്റെ കുട്ടികളെ കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ സമയം കിട്ടത്തില്ല. രാവിലെ ജോലിക്ക് പോയാൽ വൈകുന്നേരം വീട്ടിൽ കയറണത്. പക്ഷേ DKDയിൽ എൻ്റെ മോന് സെലക്ഷൻ കിട്ടിയതിന് ശേഷം ഇവിടെ വന്ന് സുഖമായിട്ട് ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടി. കേരളം, നേടിയെടുക്കാം ജീവിത വിസ്മയങ്ങൾ.